എന്തുവാ ഇത് ആണോ? അന്ന് എന്താ പറ്റിയേ? ഗ്യാസിനുള്ളിൽ ഗ്യാസിൻ്റെ ഇവിടെ ഒന്ന് തട്ടി. ഈ കൊച്ചിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കയറി നുള്ളിച്ചി എടുക്കുക ചെയ്തു. ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് നിൻ്റെ മോന് നൊന്തില്ലേ, അവനും നോവട്ടെ എന്നും പറഞ്ഞാണ് നുള്ളി. അങ്ങനെ ഞാൻ ചോദിച്ചു, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ, ഈ ചോര കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാമോ, ഇതാരെങ്കിലും ചെയ്യുന്ന ജോലിയാണോ എന്ന് ചോദിച്ചപ്പോഴും ഉള്ള എൻ്റെ നേരെ വഴക്കിന് നിൽക്കുമായിരുന്നു. ഇല്ല, അതിൻ്റെ തള്ളയ്ക്ക് ഒരു പരാതിയും ഇല്ല. അതിൻ്റെ തള്ള അവിടെ ഉണ്ട്, എൻ്റെ മോനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ചെല്ലുമ്പോഴും. ഇല്ല, ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നം. ആ രക്തം കണ്ടപ്പോൾ ഇങ്ങനെ വന്നെന്നാണ് അവർ പറയുന്നത്. മോനെ കടിച്ചു പറിച്ച കണക്ക് നുള്ളി പറിച്ച് കളഞ്ഞ് കൈ. കുഞ്ഞിനെ ഇതുപോലെ പിന്നെ നുള്ളുന്നു, വിട് നുള്ളലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവന് കൊള്ളട്ടെ, അവന് ഇച്ചിരി വികൃതി കൂടുതല, അവന് കൊള്ളട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയ നിന്ന്. എന്തുവാ ഇത് ആണോ? അന്ന് എന്താ പറ്റിയേ? ഗ്യാസിനുള്ളിൽ നുള്ളിയോ? ആണോ? എത്ര നുള്ളി? എന്തിനാ നുള്ളി? എന്തിനാ? ഗ്യാസിൻ്റെ ഇവിടെ ഒന്ന് തട്ടി. ആണോ? മോമോന്ന് ഒരുപാട് നുള്ളിയോ? മോമോ കരഞ്ഞോ? പേടി നന്നായിട്ട് തട്ടിയായിരുന്നു. ഇവിടെ വൈകിട്ടൊക്കെ വന്നപ്പോൾ ഒരു മിണ്ടാട്ടമൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു കുഞ്ഞിരുന്നത്. ഇവിടുന്ന് കണക്ക് രാവിലെ അംഗൻവാടിയിൽ വിട്ട് ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയമായിരുന്നു. കഞ്ഞി കുടിക്കുന്ന സമയത്ത് പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പം ഇവിടുത്തെ കുഞ്ഞിൻ്റെ സ്പൂണ് മറ്റേ കൊച്ചിൻ്റെ വായിൽ തട്ടി ഇത്തിരി ബ്ലഡ് വന്നപ്പോഴത്തേന് ഈ അടുത്ത വീട്ടിലെ അവൻ്റെ അച്ചാമ്മത്തള്ള, ആ കുഞ്ഞിൻ്റെ അച്ചാമ്മത്തള്ള ഓടി വന്ന് പിന്നെ ഈ കൊച്ചിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കയറി നുള്ളിച്ചി എടുക്കുക ചെയ്തു. നന്നായിട്ടങ്ങ് നുള്ളിപ്പിച്ച് എന്നിട്ട് നിൻ്റെ മോന് നൊന്തില്ലേ, ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് നിൻ്റെ മോന് നൊന്തില്ലേ, അവനും നോവട്ടെ എന്നും പറഞ്ഞാണ് നുള്ളിപ്പിച്ചിട്ട് ഇങ്ങനെ അവരവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നെ വിളിപ്പിച്ച് ഞാനങ്ങനെ ഓടി അവിടെ ചെന്നപ്പോൾ ഇവരെന്നോട് ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ, ഈ ചോര കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാമോ, ഇതാരെങ്കിലും ചെയ്യുന്ന ജോലിയാണോ എന്ന് ചോദിച്ചപ്പോഴും ഉള്ള എൻ്റെ നേരെ വഴക്കിന് നിൽക്കുമായിരുന്നു. ഇല്ല, അതിൻ്റെ തള്ളയ്ക്ക് ഒരു പരാതിയും ഇല്ല. അതിൻ്റെ തള്ള അവിടെ ഉണ്ട്, എൻ്റെ മോനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ചെല്ലുമ്പോഴും. എൻ്റെ മോനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പം പറഞ്ഞ്, അമ്മേ എനിക്കൊരു പരാതിയും ഇല്ല, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അവൻ്റെ അമ്മായിയമ്മ എന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടിയെ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത്? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നം. ആ രക്തം കണ്ടപ്പോൾ ഇങ്ങനെ വന്നെന്നാണ് അവർ പറയുന്നത്. രക്തം കൊച്ചു മോൻ്റെ ബ്ലഡ് വായിന്ന് വരുന്ന കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയെന്ന്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? അല്ല, എനിക്ക് അറിഞ്ഞുപോലും കൂടെ സാറേ, എനിക്കറിയത്തില്ല. ഈ അമ്മയുടെ കൊച്ചുമോന് എന്തെങ്കിലും കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താണ്? മോനെ കടിച്ചു പറിച്ച കണക്ക് നുള്ളി പറിച്ച് കളഞ്ഞ കൈ കാണിക്കും സാറിനെ. അങ്ങനെ എല്ലാവരും അത് കണ്ടല്ലോ, എല്ലാവരും കണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അവിടെ അന്ന് അംഗൻവാടി കൂടിയ എല്ലാ മനുഷ്യരും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോവുകയും എല്ലാം ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതിൽ എല്ലാവർക്കും സഹതാപമുണ്ട്. ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നമാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നോ ഏതാന്നൊക്കെ എന്നോട് ചോദിച്ച്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് എൻ്റെ മോൻ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് സാറിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. ഇല്ല, വിടുന്നില്ല. മോൻ വിളിച്ച് പറഞ്ഞു അവനെ ഇനി അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. പേടിച്ചിട്ടായിരിക്കും. അങ്ങോട്ട് അമ്മയും അച്ഛനും വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഇരട്ട കുട്ടികൾ രണ്ടെണ്ണം കൂടെ ഭയങ്കര വിളിച്ചു നോക്കുമായിരുന്നു. ഇത് ഇങ്ങനെ പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ ടീച്ചറില്ലായിരുന്നു, ആയയാണ് ചെയ്തത്. അവിടെ ഉള്ളത് ആയയാണ് പിന്നെ ഇവരെ വിളിച്ചു വരുത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ മറ്റേ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആയ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്.
അന്ന് എന്താ ചെയ്തതെന്നാണ് പറഞ്ഞത് അവർ? ആ നുള്ളിപ്പിച്ചെന്ന് തന്നെ പറഞ്ഞു. അവരല്ല പറഞ്ഞത്, കണ്ടുകൊണ്ടിരുന്ന അടുത്ത വീട്, ഈ ടീച്ചറുടെ വീട് എൻ്റെ നേരെ അടുത്ത് തന്നെയാണ്. ആ വീട്ടിലെ ടീച്ചറുടെ നാത്തൂനാ വന്ന് ഇതുപോലെ പറഞ്ഞത്, കുഞ്ഞിനെ ഇതുപോലെ പിന്നെ നുള്ളുന്നു, വിട് വിട് നുള്ളലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവന് കൊള്ളട്ടെ, അവന് ഇച്ചിരി വികൃതി കൂടുതലാണ്, അവന് കൊള്ളട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയ നിന്ന്. ആയയെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു. ആയ ഇതിൻ്റെ മെയിൻ പങ്കാണ്. ആയ ഒരു വാക്ക് പറഞ്ഞ് അവരൊന്ന് പിടിച്ചിഞ്ഞ് പുറത്തോട്ട് ഇറക്കിയെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യത്തില്ലായിരുന്നു. ആ നഴ്സറിക്കകത്ത് കയറാനുള്ള അധികാരം ആർക്കും ഇല്ല. നമ്മളിപ്പോൾ രക്ഷകർത്താക്കൾ ചെന്നാലും പുറത്ത് വയ്ക്കാനേ പറയത്തുള്ളൂ, അവരകത്ത് കയറാൻ പറയത്തില്ല. അവരോട് അനുവാദം വാങ്ങിയിട്ട് നമ്മൾ കയറുന്നത്. ഇപ്പോൾ കുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ ചെന്നാലും നമ്മൾ വെളിയിൽ നിൽക്കുക ചെയ്യുന്നത്. ഇവർ അങ്ങ് കയറിയാണ് ഇത് ചെയ്തത്, അംഗൻവാടിക്കകത്ത് കയറിയാണ് ചെയ്തത്. 4.5 വയസ്സുണ്ട്. ഗവൺമെൻറ് ആശുപത്രി കാണിച്ച് 5 ചെന്നപ്പം പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കാണിച്ച് അവിടുത്തെ റിപ്പോർട്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഗവൺമെൻറ്റിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്നും പിന്നെ കുഞ്ഞുമോന് പുരട്ടാനുള്ള ഓയിൽമെൻറ്റും അങ്ങനെയുള്ളതൊക്കെ തന്ന് അതൊക്കെ ഇട്ട് ഇപ്പോൾ അവന് ഇത്തിരി കുറവുണ്ട്. അവന് പേടി നന്നായിട്ട് തട്ടിയായിരുന്നു. ഇവിടെ വൈകിട്ടൊക്കെ വന്നപ്പോൾ ഒരു മിണ്ടാട്ടമൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു കുഞ്ഞിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വേറെ കൊച്ചുങ്ങളുണ്ടല്ലോ, അവരോട് കളിപ്പിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇല്ല. അങ്ങനെയാണ് എൻ്റെ മോൻ പറയുന്നത് സാറേ, എനിക്ക് അറിയത്തില്ല. അങ്ങനെ തന്നെ മോൻ പറയുന്നത്. എൻ്റെ കുഞ്ഞിനെ അതിക്രമിച്ചതിൽ കയറി അങ്ങനെ ചെയ്തതുകൊണ്ട് വെളിയിലൊരു പാർട്ടിക്ക് അംഗൻവാടി കയറാനുള്ള നിയമം ഇല്ല. ആയയോ ടീച്ചറോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവരാ കയറിയെന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി കൂടെ ദേഷ്യം തന്നെയാണ്.